Hello, good evening. This is Nebu. Welcome to Market Outlook in the date 28 January 2026. എല്ലാവരും ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണെന്നറിയാം. മിക്കവരുടെയും പോർട്ട്ഫോളിയോ ഇന്നത്തെ ദിവസം വലിയ ക്യാൻഡിലും അല്ലെങ്കിൽ വളരെ പ്രോഫിറ്റും ഒക്കെ കാണുന്ന ഒരു ദിവസമാണെന്നറിയാം. എൻ്റെ പോർട്ട്ഫോളിയോ നല്ലതായിട്ട് ഇന്ന് പെർഫോം ചെയ്തു. ഐ ആം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. നമുക്ക് ഡയറക്റ്റ്ലി നിഫ്റ്റി ചാർട്ടിലേക്ക് പോകാം. ഇന്നത്തെ മെയിൻ താരമെന്ന് പറയുന്നത് ഡിഫൻസ് സെക്ടറാണ്. നമുക്കതിനെക്കുറിച്ചും ഒന്ന് പരിശോധിക്കാം. നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. 1 ഡേ ക്യാൻഡിലാണ്. ഓരോ ക്യാൻഡിലും ഓരോ ദിവസത്തെ റിപ്രസെൻ്റ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഓൾമോസ്റ്റ് 2 ഇയേഴ്സിൻ്റെ ഒരു ചാർട്ടാണ്. നിഫ്റ്റി ഫസ്റ്റ് ടൈം 26,000 ടച്ച് ചെയ്തത് 27th September 2024. അന്നാണ് നിഫ്റ്റി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് 26,000 മേളിൽ കയറി ഒരു പുതിയ ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്തതാണ് 27th September 2024. പിന്നെ ആ സെയിം ഹൈറ്റിൽ തിരിച്ചു വരാനായിട്ട് ഓൾമോസ്റ്റ് മോർ ദാൻ എ ഇയർ എടുത്തു. അങ്ങനെ 1st December 2025 വീണ്ടും ആ ഒരു ഹൈയെ ബ്രേക്ക് ചെയ്തത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് കറക്ഷൻ വന്നു. അത് കഴിഞ്ഞ് റീസെൻ്റ്ലി 5th January വീണ്ടും പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് നിഫ്റ്റിയുടെ ഒരു ബ്രീഫ് സമ്മറി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ചാർട്ട് നോക്കുവാണെങ്കിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് വലുതാക്കി നമ്മൾ നോക്കുവാണെങ്കിൽ നിഫ്റ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ നിഫ്റ്റിക്ക് 1-2 റെസിസ്റ്റൻസും അതേപോലെ സപ്പോർട്ട് ലെവലും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നിഫ്റ്റി 25,185 സപ്പോർട്ട് ലെവലിൽ വന്നിട്ട് അത് റീബൗണ്ട് ചെയ്തു. ഓക്കെ, മാർക്കറ്റ് റീബൗണ്ട് ചെയ്തു. എന്നാൽ ഇന്നലത്തെ ഹൈയെക്കാട്ടിലും മേളിലാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് റാലി ചെയ്തു, നല്ലൊരു റാലി ചെയ്തു. ഓൾമോസ്റ്റ് ഇന്ന് നിഫ്റ്റി 0.66% ആണ് അപ്പായിരിക്കുന്നത്. അതേപോലെ സെൻസെക്സ് 0.60% അപ്പായിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി 0.66% അപ്പ്. മിഡ് ക്യാപ്പ് 1.66, മിഡ് ക്യാപ്പാണ് ഇന്ന്. മിഡ് ക്യാപ്പ് 1.66%ഉം സ്മോൾ ക്യാപ്പ് 2.26%ഉമാണ് റാലി നടത്തിയേക്കുന്നത്. സ്മോൾ ക്യാപ്പാണ് ഇന്ന് ഇൻഡെക്സിലെ താരം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇന്ത്യ വിക്സ് -6.42% ഡൗൺ ആണ്. ഓക്കെ, നമ്മളിനിയും 5 minutes ക്യാൻഡിലേക്ക് പോയിട്ട് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് നിഫ്റ്റിയുടെ 5 minutes ചാർട്ടാണ്. നമ്മൾ നോക്കാമെങ്കിൽ ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത ക്യാൻഡിലിൻ്റെ മേളിലാണ് ഇന്ന് രാവിലെ മാർക്കറ്റ് 9:15 ഓപ്പൺ ചെയ്തത്. അത് കഴിഞ്ഞ് വലിയൊരു ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ അപ്പിയറായി. ഫോളോഡ് ബൈ ഒരു ക്യാൻഡിലൂടെ വന്നു കഴിഞ്ഞിട്ട് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു റാലി നടത്തി, വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു. അപ്പോൾ ഈ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഈ 25,185ൻ്റെ സപ്പോർട്ടിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് റാലി നടത്തി. ഇന്ന് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത 25,318 റെസിസ്റ്റൻറ്റിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയും മുമ്പോട്ടുള്ള ഏതൊക്കെയാണ് റെസിസ്റ്റൻറ്റ് നമുക്ക് പരിശോധിക്കാം. ഇന്ന് സംഭവം നടന്ന ഈ ഒരു ഫോള് സംഭവം എന്ന് പറഞ്ഞ ആൾക്കാർ അവരുടെ പോർട്ട്ഫോളിയോ ഒക്കെ ഒന്ന് റീബാലൻസിങ് ചെയ്ത് EU ഇന്ത്യ ട്രേഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇനിയും അങ്ങോട്ട് പെർഫോം ചെയ്യാൻ പോകുന്ന ഷെയറുകൾ അല്ലെങ്കിൽ സെക്ടറുകളിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരുടെ ലോസ് ബുക്ക് ചെയ്ത് പുതിയ ഷെയറിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തൊരു സമയമായിരുന്നു. അതാണ് ഈ ഒരു വലിയൊരു ഫോള് നടന്നിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും മാർക്കറ്റ് സ്റ്റഡിയായി പിന്നെ മേളിലോട്ട് കയറാൻ തുടങ്ങി. നമ്മൾ വീണ്ടും ഡേ ചാർട്ടിലേക്ക് വന്നു. ഓരോ ക്യാൻഡിലും ഓരോ ദിവസത്തെ റിപ്രസെൻ്റ് ചെയ്യുന്നതാണ്.
ഇന്നത്തെ റെസിസ്റ്റൻറ്റ് 25318 അത് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇനി ഈ റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് ഫങ്ഷൻ ചെയ്യും. ആദ്യം റെസിസ്റ്റൻ്റ് ആയിരിക്കും, അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. അപ്പം നാളെ ഇത് നമ്മൾ അത് ഗ്രീൻ ലൈനാക്കി മാറ്റും, എന്നിട്ട് ഇതിനെ സപ്പോർട്ടാക്കും. അപ്പോൾ അടുത്ത റെസിസ്റ്റൻറ്റ് നമ്മൾ കാണുന്നത് 25448 ആണ് അടുത്ത റെസിസ്റ്റൻറ്റ്. അപ്പോൾ ഇന്നത്തെ പ്രധാന വാർത്തകൾ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ്. അതിനെ നമുക്ക് മണി കൺട്രോളിൻ്റെ സൈറ്റിലേക്കൊന്ന് പോകാം. മണി കൺട്രോളിൽ ഇന്നത്തെ മെയിൻ താരം എന്ന് പറയുന്നത് BEL-ഉം BEML-ഉം പിന്നെ അതർ ഡിഫൻസ് സെക്ടേഴ്സ് എല്ലാം കൂടെ ഒരു 12% ഇന്ന് റൈസ് ആയിട്ടുണ്ട്. അതാണ് മിക്കവരുടെയും പോർട്ട്ഫോളിയോ നല്ലതായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് വൺ ഓഫ് ദ റീസൺ. അപ്പം നമുക്ക് ഈ സെക്ടർ ഒന്ന് നോക്കാം. ഡിഫൻസ് സെക്ടറിലെ ഏതൊക്കെ ഷെയറുകളാണ് പെർഫോം ചെയ്തേക്ക് നമുക്ക് നോക്കാം. നമ്മൾ നോക്കുമ്പം ഇന്നത്തെ അപ്പോളോ മൈക്രോ സിസ്റ്റം അപ്പർ സർക്യൂട്ട് അടിച്ചു 4.99%. പിന്നെ അസ്ത്ര മൈക്രോ 4.21% അപ്പ്. അവാൻറ്റൽ 13.11% അപ്പ്. ഇതിൻ്റെ പ്രൈസ് 144 ഉള്ളൂ. അവാൻറ്റൽ 13.11%. ഇത് എൻ്റെ റഡാർ ഇല്ലാത്ത ഷെയറാണ്. ഭാരത് ഡൈനാമിക് 6.91%. ഭാരത് ഇലക്ട്രോണിക്സ് 9.04%. ഭാരത് ഫോർജ് 2.84%. ഓക്കെ, പിന്നെ താഴോട്ട് പോകുമ്പോൾ നമുക്കറിയാവുന്ന ഷെയറുകൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് 7.11%. ഡേറ്റ പാറ്റേൺസ് 13.14%. ഇത് കണ്ടമാനം ഇടിഞ്ഞ ഒരു ഷെയറായിരുന്നു. ഓക്കെ, എൻ്റെ കയ്യിലുണ്ടായിരുന്നു, എനിക്ക് നല്ല ലോസിലായിരുന്നു. ഇന്ന് ഒരു ദിവസം കൊണ്ട് പകുതി ലോസ് റിക്കവറായി, 13% കയറിയോണ്ട്. പിന്നെ DCX 6.54, ഗാർഡൻ റിസർച്ച് 5.68, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ 6.50, ഐഡിയ ഫോർജ് 6.21%. Keynes Technology 4.85, Masagon 7.39%. Okay, Paras Defense 7.8%, Premium Explosive 6.62%, Solar Industries 8.85%. ഡിഫൻസ് സെക്ടർ കണ്ടമാനം ഇടിഞ്ഞ ഒരു സെക്ടറായിരുന്നു. നമുക്ക് അതിൻ്റെ ചാർട്ടിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നിഫ്റ്റി ഡിഫൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേത് ഡേറ്റ 28 ഫെബ്രുവരിന്ന് ഇതൊരു റാലി നടത്തി. 28 ഫെബ്രുവരി മുതൽ ജൂൺ 5 വരെയും കഴിഞ്ഞ വർഷം മാർക്കറ്റ് സിന്ദൂരിൻ്റെ പേരിൽ മാർക്കറ്റ് നല്ലതായിട്ട് ഒരു റാലി നടത്തി. 82% ആണ് ഒരു ജസ്റ്റ് ഫ്യൂ മന്ത്സ്, അതായത് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ അല്ലേ, മാർച്ച്, ഏപ്രിൽ, മെയ് എന്ന് കൂട്ടാം. 3 മാസം കൊണ്ട് 82% റാലി നടത്തിയതായിരുന്നു നമ്മുടെ ഡിഫൻസ് സെക്ടർ. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒന്ന് കറക്റ്റ് ചെയ്തു. ഇത്രയും റാലി നടത്തുമ്പം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരും. ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇവിടെ നടന്നത്. ഓക്കെ, അതാണ് മാർക്കറ്റ് കണ്ടമാനം ഇടിഞ്ഞില്ല. 82% മാർക്കറ്റ് അപ്പായപ്പം 19% മാർക്കറ്റ് ഒന്ന് കറക്റ്റ് ചെയ്തു. 19% അത് പ്രോഫിറ്റ് ബുക്കിംഗ്. ആരാണെങ്കിലും 82% ഒക്കെ 3 മാസം കൊണ്ട് കിട്ടുമ്പം പ്രോഫിറ്റ് ബുക്ക് ചെയ്യില്ലേ, അതാണ് സംഭവം നടന്നേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് സൈഡ് വേസ് പോവായിരുന്നു. ഒരു ഗവൺമെൻറ്റിൽ നിന്നൊരു പുതിയ പുഷ് വരാനായിട്ട് മാർക്കറ്റ് വെയിറ്റ് ചെയ്ത് ഓക്കെ സൈഡ് വേസ് പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ കൂടാണ് മാർക്കറ്റ് സൈഡിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ഇന്ന് ഒരു ദിവസം മാർക്കറ്റ് നല്ലൊരു റാലിയാണ് ഡിഫൻസ് സെക്ടറിൽ. ഇത് കണ്ടില്ല, വലിയൊരു ലോങ് ക്യാൻഡിൽ വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു റാലി കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, EUമായിട്ടുള്ള കരാറൊക്കെ വന്നില്ലേ, അപ്പം ഈ റാലി കണ്ടിന്യൂ ചെയ്യും. ഐ ഡോണ്ട് തിങ്ക് എന്താ പറയുന്നത് 82% ഒക്കെ റാലി തരുമോ എന്ന് സംശയമാണ്. പക്ഷേ ലോങ് റണ്ണിൽ മേ ബി 5 years ഒക്കെ വെക്കുവാണെങ്കിൽ വി ക്യാൻ ഡബിൾ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഡിഫൻസ് സെക്ടർ. പക്ഷേ ഇപ്പോൾ ഉടനെ
നമുക്കൊരു 55% നമുക്കൊന്ന് പ്രതീക്ഷിക്കാം. അതെങ്ങനെയാണ് 55% നമ്മൾ കണ്ടുപിടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് നമ്മൾ നോക്കുമ്പം ഇവിടുന്ന് ഇതെടുത്ത് നോക്കുമ്പം ഏറ്റവും ബെസ്റ്റ് റിട്രേസ്മെൻറ്റ് നമുക്ക് ഒരു ഫോള്, ഏറ്റവും ബെസ്റ്റ് റിട്രേസ്മെൻറ്റ് നമുക്ക് കിട്ടുന്നത് 38.20% ഒരു ഷെയർ വന്നിട്ട് റീബൗണ്ട് ചെയ്യുവാണെങ്കിൽ അതാണ് ദി ബെസ്റ്റ് ഫിബനാച്ചി റിട്രേസ്മെൻറ്റ്. ഓക്കെ, അതിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് ദി ബെസ്റ്റ് എന്ന് പറയുന്ന 50% ആണ്. അപ്പോൾ നമ്മൾ ഡിഫൻസ് സെക്ടറിനെ നോക്കുമ്പം ഫിബനാച്ചി റിട്രേസ്മെൻറ്റിൽ 38.20 ആൻഡ് 50% ഇടയ്ക്കാണ് വന്നിട്ട് അത് റീബൗണ്ട് ആയത്. ഓക്കെ, അതുകൊണ്ട് നല്ലൊരു റാലിക്ക് ഈ സെക്ടർ ഫിബനാച്ചി റിട്രേസ്മെൻറ്റിൽ കൂടെ നമുക്ക് പറയുന്നത് നല്ലൊരു റാലി ചെയ്യാൻ സാധ്യതയുള്ള ഒരു സെക്ടറാണെന്ന്. ഓക്കെ, അപ്പം ഫിബനാച്ചിയെ നമുക്കൊന്ന് ക്ലോസ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിബനാച്ചി എക്സ്റ്റൻഷൻ, ട്രെൻഡ് ബേസ് ഫിബനാച്ചി എക്സ്റ്റൻഷൻ അതൊന്ന് നോക്കാം, പരിശോധിക്കാം. അപ്പോൾ അത് നമുക്ക് എക്സാക്ട്ലി പറയും എവിടം വരെയും നമുക്ക് അടുത്തൊരു ടാർഗറ്റ് പ്രതീക്ഷിക്കാവുന്ന. ഇത് നമ്മൾ നോക്കാമെങ്കിൽ ഇതാണ്, ഇവിടെ നിന്നാണ് റീബൗണ്ട് എടുത്തത്. അപ്പം നമ്മൾ ഈ ഒരു ഫിബനാച്ചി എക്സ്റ്റൻഷൻ നോക്കുമ്പം ട്രെൻഡ് ബേസ് ഫസ്റ്റ് ടാർഗറ്റ് 100% എത്തുന്നത് ഇവിടെ 11,000. ഞാൻ വരച്ചിരിക്കുന്ന റെഡ് ലൈനാണ് ഫസ്റ്റ് ടാർഗറ്റ് 100%, അതായത് ഡബിൾ ആക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ഒരു സെക്കൻഡ് ടാർഗറ്റാണ് 200%. ഓക്കെ, അപ്പം ഇത് ഡിഫൻസ് സെക്ടറിനെ കുറിച്ചാണ് നമ്മളിപ്പം പഠിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്തത് ചിലത് നല്ല പെർഫോമർ കാണുമായിരിക്കും, ചിലത് മോശം പെർഫോമർ കാണുമായിരിക്കും. അത് നമ്മുടെ ഭാഗ്യവും നമ്മുടെ മാർക്കറ്റ് ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. നമ്മൾ ഏത് ഷെയറിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും എങ്ങനെയാണ് നമുക്കിപ്പോൾ ഫ്യൂച്ചർ പെർഫോമൻസ് തരാൻ പോകുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ തിരിച്ച് ഇവിടെ നിങ്ങൾ നോക്കേണ്ടത്, ഇതിനകത്തുനിന്ന് നിങ്ങൾ ബെസ്റ്റ് 5 or 10 ബെസ്റ്റ് 5 ഷെയർസ് സെലക്ട് ചെയ്യുക. എല്ലാത്തിനകത്ത് നമുക്ക് കൊണ്ട് ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതിനകത്തുനിന്ന് മാർക്കറ്റ് ലീഡേഴ്സായ നമ്പർ 5 ഷെയർസിനെ നിങ്ങൾ പിക്ക് ചെയ്യുക, എന്നിട്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. ദെൻ വെയിറ്റ് ഫോർ ആ ഒരു റാലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.